السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ഉലമാക്കളെ, ശ്രോതാക്കളെ, നമ്മുടെ വിഷയം മനുഷ്യൻ. എന്താണ് മനുഷ്യൻ? ഈ മനുഷ്യരായ നാം ഓരോരുത്തരുടെയും അകത്തും പുറത്തുമായി എന്തൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഈ മനുഷ്യൻ ഇത് വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ നമ്മിൽ നിന്ന് പലരും അതിനെ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ഈ ശരീരത്തിന് വലിയ ഒരു വാല്യൂ, ഒരു വില ഉണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അതിനെപ്പറ്റി ഓരോന്നിനെപ്പറ്റി അനലൈസ് ചെയ്ത് നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരുപാട് അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ നമ്മുടെ രോഗപ്രതിരോധ ശക്തി, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല 1 ട്രില്യൺ ആർമി അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ 10 കോടി ട്രില്യൺ ആയുധങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓരോ ദിവസവും ഡെയിലി ഈ ആർമികള്, ഈ രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്ന ഈ മിലിറ്ററി സിസ്റ്റം നമ്മുടെ ശരീരത്തിലുള്ള 100 ട്രില്യണിലേറെ സെൽസുകൾ, കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. 100 ട്രില്യണിലേറെ. അതിനെ ഓരോ ദിവസവും ഇത് 8 തവണ പോയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് വല്ല രോഗവും വരാൻ സാധ്യത ഉണ്ടോ, വല്ല കേടുപാടുകൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുന്നുമുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഇങ്ങനെയുള്ള ഒരുപാട് ജോലികളെ കൊണ്ട് അവയെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇത് വലിയൊരു സിസ്റ്റമാണ്. ഇതിനെപ്പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ അത്ഭുതം തന്നെയാണല്ലോ. ആകെ ഈ ഭൂമിയിൽ ജനങ്ങളുള്ളത് 700 കോടി എന്ന് പറയുന്നു. അതിൽ മൊത്തം ലോകത്തിൻ്റെ മിലിറ്ററി എത്രയുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിൽ തന്നെ ഇത്രമാത്രം 1 ട്രില്യൺ മിലിറ്ററി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണല്ലോ. ഇനി നമ്മുടെ കണ്ണിനെ പറ്റി ഞാൻ പറയുന്നു. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ടവയിൽ ഒന്നാണ് നമ്മുടെ കണ്ണ്. ഇതിൻ്റെ പ്രത്യേകത എന്ത്? കാണാൻ വളരെ ചെറുതാണ്. ഈ കണ്ണ് നമുക്ക് നേരെ കാണണമെങ്കിൽ 100 ബില്യൺ പ്രവർത്തനം അതിൻ്റെ അകത്ത് നടക്കണം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. 100 ബില്യൺ, 10,000 കോടി പ്രവർത്തനങ്ങൾ ആ കണ്ണിൻ്റെ അകത്ത് നടക്കണം. എന്നാലേ നമുക്ക് നേരെ കാണാൻ പറ്റുകയുള്ളൂ. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് എന്തെങ്കിലും കേടുപാട് വരുമ്പോഴേക്കാണ് നമ്മുടെ കണ്ണുകൾക്ക് ചില മാറ്റങ്ങൾ, മങ്ങലുകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ കണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ മനുഷ്യരും ഈ കണ്ണ് നാം ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കണ്ണ് ചിമ്മുന്നു, മീക്കുന്നു, ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് 9,000 പ്രാവശ്യം. എല്ലാം കൃത്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. 9,000 പ്രാവശ്യമാണ്. എന്തിനാ? സത്യത്തിൽ ഇതൊരു വൈപ്പറാണ്. ഈ വൈപ്പർ, കാറിൽ, വെഹിക്കിൾസിൽ വൈപ്പർ ഉള്ളത് പോലെ ഇതിനിത് ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു.
പിന്നെ അതിനെ ഉറങ്ങുന്ന സമയത്ത് നാം കണ്ണ് മൂടുന്നു, കണ്ണ് തുറക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ തുറന്നാൽ കണ്ണ് ഡ്രൈ ആയി പോവും. ഒരു കാരണവശാലും കണ്ണ് ഡ്രൈ ആവാൻ പാടില്ല. പിന്നെ ഈ കണ്ണിന് ഒരു ലൈസോസൈം എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈമിനെ കൊണ്ട് ഡിസ്ഇൻഫെക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിന് ആ ഇൻഫെക്ഷനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഈ കണ്ണുനീര്, ഈ ടിയേഴ്സ് ഉണ്ടല്ലോ, അതെന്താ? സത്യത്തിൽ അതൊരു ശരിയായ ആന്റിസെപ്റ്റിക് ആണ്, ഒരു ശരിയായ ആന്റിസെപ്റ്റിക് ആണ്. ഇങ്ങനെ ഒരുപാട് ഇതില് കാര്യങ്ങൾ അല്ലാഹു തആല നമ്മുടെ കണ്ണിൽ വെച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുമ്പോഴേക്ക് ഒരു ലൂബ്രിക്കന്റ്, ഒരു ദ്രാവകൻ ചുരുക്കത്തില് അത് പമ്പ് ചെയ്യപ്പെടുന്നു ഒരു സ്പെഷ്യൽ ഗ്രന്ഥിയിൽ നിന്ന്. മീബോമിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി, അത് ഈ കണ്ണ് ഫോൾഡ് ചെയ്യുമ്പോഴേക്ക് അത് വറ്റിപ്പിടിക്കുന്നതിനെ തൊട്ട് തടയുന്നു. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യം, ഇതിൽ കണക്കില്ലാത്ത കെമിക്കൽസുകളും മിനറൽസുകളും നമ്മുടെ ഈ കണ്ണിൻ്റെ അകത്ത് ഉണ്ട്. ആ കണ്ണിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിൽ സോൾട്ടും ഷുഗറും ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ കണ്ണില് എത്രയോ 5 മുതൽ 10 ലക്ഷം വരെ പ്രതിസന്ധി പിന്നെ പ്രവർത്തനശേഷികള് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഈ കണ്ണിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, 100 ബില്യൺ ലേര ഓപ്പറേഷൻസുകൾ, പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു അതിൽ, കണ്ണില് മാത്രം. ഇത് വെറുതെ പറയുന്നതല്ല. 280ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയ ഹാറൂൻ യഹിയ ദ മിറക്കിൾ ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ഒരു ബുക്ക്. അതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം കാണാം. അങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ കണ്ണുകളെ പറ്റി എഴുതിയ ലേഖനങ്ങളുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് വലിയ പ്രാധാന്യം കണ്ണിനുണ്ട്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനില് ഏകവചനമായി 8 പ്രാവശ്യവും ഡ്വാൽ തസ്നിയായിട്ട് 5 പ്രാവശ്യവും ബഹുവചനമായി 22 പ്രാവശ്യവും ഖുർആനിൽ കണ്ണിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണിന് വളരെ വലിയ പ്രത്യേകത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനെ കണ്ണിനെ പറ്റി മാത്രം നാം പറയുകയാണെങ്കിൽ മാസങ്ങളോളം പറയേണ്ടി വരും. അത്രമാത്രം ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും ഒക്കെ ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹു തആല അടുത്ത ക്ലാസ്സുകളിൽ ഇങ്ങനെ അത്ഭുതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ഓരോ മഹാത്ഭുതങ്ങളെപ്പറ്റി ഒരുപാട് ക്ലാസ് എടുക്കാനുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ ദിവസവും ഇത് തന്നെ എന്നല്ല. പിന്നെ നമുക്ക് ആരോഗ്യം, മെഡിസിൻ, ഇങ്ങനെ പ്രവാചക വൈദ്യം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അത് മാത്രമല്ല, പഴയ കാലത്തുള്ള മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ അവരുടെ ബയോഗ്രഫികള്, അവരുടെ താരീഖുകള്, ഇങ്ങനെ പല വിഷയവും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇത് നേരെ കേൾക്കണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അല്ലാഹു തആല നാം പറഞ്ഞതിനെയും കേട്ടതിനെയും സ്വാലിഹായ അമലാക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.